കല, സാംസ്കാരിക, സാമൂഹ്യ, വിദ്യാഭ്യാസ, സേവന മേഖലയിലെ നിറസാന്നിധ്യമായി 15 വർഷക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയായ സിംഗിന്റെ സ്നേഹ സൗഹൃദ സംഗമം പെരുവള്ളൂർ ഒളകര ഏതൻസ് ഹോം സ്റ്റേയിൽ വെച്ച് നടന്നു. ചടങ്ങിൽ സിംഗ് കുടുംബത്തിലെ വിജയികൾക്കുള്ള അനുമോദനവും MBBSന് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ ആമിന ദിൽഷ പാലാട്ടിനെ ആദരിക്കലും കരിപ്പൂർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ PKC അബ്ദുറഹ്മാൻ ഉദ്ഘാടന ചടങ്ങിൽ നിർവഹിച്ചു. നമ്മളെപ്പോഴും ആ ചിരിക്കാനുള്ള പ്രൗഢഭാവം വെടിഞ്ഞ്, ദേഷ്യം വെടിഞ്ഞ്, കോപം വെടിഞ്ഞ്, എല്ലാവരുമുള്ള പരുഷഭാവം വെടിഞ്ഞിട്ട് ഒരു നമ്മൾ ലാളിത്യത്തിലേക്ക്, ദയയിലേക്ക്, അനുകമ്പയിലേക്ക് അത് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെയാണ് ഒരു ക്വാളിറ്റിയുള്ള ഒരു പേഴ്സൺ, ഒരു മനുഷ്യൻ നമ്മളെ ഉണ്ടാകുന്നത്. അങ്ങനെ ഇങ്ങനത്തെ പാട്ടും ചിരിയും കളിയും തമാശയും ഒക്കെയായി പോകുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നല്ല മനുഷ്യത്വം വളരട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ സ്നേഹമാണ്. അവിടെ നമ്മുടെ മുന്നിമാഷാണെന്നുകൊണ്ട് സ്നേഹിക്കയുണ്ട് നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും, നിന്നെ വെറുക്കുന്ന, നിന്നെ ഇഷ്ടപ്പെടാത്ത, നിന്നോട് ദേഷ്യം കയർക്കുന്ന, നിന്നെ ശത്രുവായി കാണുന്ന മനുഷ്യനെ പോലും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ആ സ്നേഹത്തിലൂടെ നമ്മൾ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടേ മുന്നോട്ട് പോവുക. ആരൊക്കെ നമ്മളെ എതിർത്താലും നമ്മൾ കൊടുക്കേണ്ടത് സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ സൗഹൃദമായ ഒരു അന്തരീക്ഷമാണ് ഈ സിംഗ് സൗഹൃദ സംഗമത്തിലൂടെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കൊക്കെ പല ദിക്കുകളിൽ നിന്ന് കൊല്ലം ജില്ലയിൽ നടക്കും ഈ ചെറിയൊരു പരിപാടിക്ക് വേണ്ടി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് എന്താണ്? ഒരു സൗഹൃദം പങ്കുവെക്കലാണ്. ഞാൻ ഇതിൻ്റെ ഒരു റംസാൻ പ്രോഗ്രാമിൽ നോമ്പറക്കുന്ന ഒരു ചടങ്ങിൽ നമുക്കുണ്ട്. അവിടെയൊക്കെ കാണാൻ കഴിയുന്നത് ആ ഒരു എല്ലാവരും അവിടെ നിന്നൊക്കെ എന്തൊക്കെയോ കൊണ്ടുവന്നുകൊണ്ട് ഒന്നും കൂടിയിരുന്ന് ആ സൗഹൃദം പങ്കുവെക്കുകയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന പകയുടെ വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ ലോകത്ത് സൗഹൃദത്തിന്റെ വിത്തുകൾ പാകി ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഈ സിംഗിന് ഇനിയും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. MA അസീസ് മുഖ്യാതിഥിയായി. ആ രീതിയിലായിരിക്കും എന്നെ ക്ഷണിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ സെറീനാനെ സമ്മതിക്കേണ്ടതുണ്ട്. സംസ്ഥാന തലത്തിൽ വനിതാ രംഗത്ത് പ്രവർത്തിക്കുക, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരിക്കുക. അതിനിടയിൽ ഇങ്ങനെ 2-3-4 പരിപാടികൾ നാളെ പണിക്കോട്ട് പടിയിൽ വെച്ച് മൈലാഞ്ചി എല്ലാവരുടെയും കൂടിയിരുത്തി മൈലാഞ്ചി എന്നൊരു പരിപാടി സംഘടിപ്പിച്ചു. ഞാൻ അതിലും പങ്കെടുത്തിരുന്നു. അങ്ങനെ ഈ പല തരത്തിൽ സകലകലാ വല്ലഭ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യത്തിൽ സെറീന ഒരു സകലകലാ വല്ലഭ തന്നെയാണ്. പാലാട്ട് ഷരീഫ്, മീരാറാണി കൊല്ലം, ലൈല പുല്ലൂഞ്ഞി, തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT സാജിദ, പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ, സിംഗ് പ്രതിനിധികളായ ഷാഹുൽ മണ്ണാർക്കാട്, അഷ്റഫ് കള്ളാടിയിൽ, റസാഖ്, വാർഡ് മെമ്പർ തസ്ലീന, പുളിക്കൽ പഞ്ചായത്ത് മെമ്പർ സൈഫുന്നിസ, പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മെഹറുന്നിസ തുടങ്ങിയവർ സംസാരിച്ചു. ലുക്മാൻ അരീക്കോട്, സമദ് കൊട്ടപ്പുറം, സീനത്ത് മ്യൂസിക് ക്ലബ് തുടങ്ങിയവർ നയിച്ച ഗാനാലാപനങ്ങളും എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളും നടന്ന സൗഹൃദ സംഗമത്തിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനങ്ങളും പ്രത്യേക പ്രിവിലേജ് കാർഡും കണിയാടത്ത് ജ്വല്ലറി നൽകിയതും സദസ്സിന് ഏറെ സന്തോഷകരമായി. കാട്ടി
സന്തോഷമുണ്ട്. അതോടൊപ്പം ഞങ്ങളുടെ പബ്ലിക്കായിട്ട് പരസ്യം ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് നിരവധി ആളുകൾ ഈ പരിപാടിയിൽ എത്തിച്ചേരും ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. കാരണം ഇത് ചെറിയൊരു കൂട്ടമായ ഉണ്ടായിട്ടൊക്കെ ഉണ്ടാക്കാൻ സൗകര്യം കാരണം ചെറിയ സംഘടനകളല്ല. ഞങ്ങൾ പല ഭാഗങ്ങളിൽ ഞങ്ങൾ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഈ പള്ളിക്കുന്ന് മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള പരിപാടി ആദ്യമായിട്ടാണ് നടത്തുന്നത്. ഞങ്ങൾ ആദ്യമായി നടത്തിയ ഓരോ പരിപാടികളെ ഞാൻ ഓടിച്ച് പറയാം. വീൽ ചെയറിൽ പുറം ലോകം കാണാതെ വീൽ ചെയറിൽ ഇരിക്കുന്ന കുട്ടികളെയുമായിട്ട് ഞങ്ങൾ കക്കാണംപോയിൽ ഭാഗത്ത് ആ ഭാഗത്ത് ഒരു ടൂറിസം പ്ലേസിൽ പോയി ഒരു ദിവസം ഈശാനഗിരി ഭാഗത്ത് ഞങ്ങൾ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ഈ വീൽ ചെയറിലുള്ള ആളുകളൊക്കെ കൊണ്ട് ഞങ്ങൾ പോയി കമ്പനി അടിയുടെ നേതൃത്വത്തിൽ അവരൊക്കെ ആ വെള്ളത്തിലൊക്കെ കളിപ്പിച്ച് ഞങ്ങൾ ഒരു ദിവസം അങ്ങനെ ചെലവഴിച്ചു. അതിനുശേഷം അവസാനമായി എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കരിപ്പൂർ എയർപോർട്ട് ദുരന്തം നടന്ന സമയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ ഭയാനകമായ അപകടം സംഭവിച്ച സമയത്ത് നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും ക്വാറന്റൈൻ. സംഗമത്തിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനങ്ങളും പ്രത്യേക പ്രിവിലേജ് കാർഡും കണിയാടത്ത് ജ്വല്ലറി നൽകിയതും സദസ്സിന് ഏറെ സന്തോഷകരമായി. ഒളകര ഏതൻസ് ഹോം സ്റ്റേയിൽ നടന്ന ചടങ്ങിന്റെ അധ്യക്ഷ സിംഗ് പ്രസിഡന്റ് സെറീന ഹസീബ് നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി നൌഷാദ് KM സ്വാഗതം പറഞ്ഞു. എന്തെങ്കിലും നിങ്ങളുടെ പ്രത്യേക സ്കീമുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാമെന്ന് പറഞ്ഞ മുറയ്ക്ക് അവർ താല്പര്യപൂർവ്വം നറുക്കെടുപ്പും സമ്മാനമൊക്കെ അവരെ വകാൻ അവർ കൊണ്ടുവന്നതാണ്. മാത്രമല്ല അവർക്ക് അങ്ങനെ സ്പേസ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു കാര്യം കൂടിയുണ്ട്. കൃത്യമായിട്ട് പാവപ്പെട്ടവനെ മനസ്സിലാക്കിക്കൊണ്ട് അവന് വേണ്ടിയിട്ടുള്ള സഹായം ജനറിയാക്കാൻ എന്തെങ്കിലും സഹായം ചെയ്യാം. എന്തായാലും വെറുതെ കൊടുക്കാൻ കഴിയില്ല, വെറുതെ കൊടുത്താൽ ഒരു ബിസിനസ് കൊടുക്കും. എന്നാൽ ഒരു കുറച്ച് സമയത്തേക്ക് ഒരു അവധി വേണം, അല്ലെങ്കിൽ പണിക്കൂലി കുറച്ച് എന്തെങ്കിലും ഒരു റിഡക്ഷൻ ചെയ്ത് തരണമെന്ന് ഞാൻ വിളിച്ച് പറയുന്ന സമയത്ത് കൃത്യമായിട്ടത് പരിഗണിച്ചുകൊണ്ട്, അത് മാത്രമല്ല അവരുടെ ബിസിനസ്സിൻ്റെ ഒരു വിഹിതം, ഇവിടുത്തെ ഗസ്റ്റ് കൂടി അറിയാൻ വേണ്ടി പറയാം, അവിടുത്തെ ബിസിനസ്സിൻ്റെ ഒരു വിഹിതം കാരുണ്യ പ്രവർത്തനത്തിൽ മാറ്റി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് മാത്രമാണ് അവർ നമ്മളിങ്ങനെ ഒരു പരിഗണനയിൽ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു തമാശയാണ് നമ്മളെങ്കിലും നിങ്ങളെല്ലാം അങ്ങനെ തെറ്റിദ്ധരിക്കരുതെന്നുള്ളതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്നാലും ഈ ഹോം സ്റ്റേ ഇവിടെ നല്ല റേറ്റിന് പോകുന്ന നല്ല ഒരു സ്ഥാപനമാണ്. ഇവർ നമുക്കൊരു കൺസ്ട്രക്ഷനോട് കൂടിയിട്ടാണ് ഇത് അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തോട് പ്രത്യേകിച്ച് ഈ ഹോം സ്റ്റേയുടെ ഓണറോട് ഞങ്ങളുടെ കടപ്പാട് നന്ദി അറിയിക്കണമെന്ന് പറയുകയാണ്. ഞാൻ കൃത്യമായിട്ട് നേരിട്ട് വിളിച്ചു എനിക്ക് തന്നിട്ടുള്ളൊരു പരിഗണന എന്നുള്ള തരത്തിലാണ് ഇവിടെ നമുക്കിത് അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ ഈ സംവിധാനം സൃഷ്ടിക്കുകയാണ്. ഏതായിരുന്നാലും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, പെരുവള്ളൂർ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും പെരുവള്ളൂർ പഞ്ചായത്തിൻ്റെ ഈ വാർഡ് മെമ്പറും ഇടയ്ക്ക് വിളിച്ചുകൊണ്ട് പ്രോഗ്രാം എന്തായി എന്ന് അന്വേഷിക്കുകയും കട്ട സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുളിക്കൽ പഞ്ചായത്തിലെ ഒരു മെമ്പറാണ് സൈഫുനിസ. സധൈര്യം സ്റ്റേജിൽ കയറി നിന്നിട്ട് പാട്ടുപാടി പുളിക്കലിൻ്റെ മാനം കാത്തതാണ്. അപ്പോൾ എല്ലാം കൊണ്ടും പാലാട്ട് ഷെരീഫിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാൻ തീപ്പരി പ്രഭാഷകനായിട്ട് ഞങ്ങളുടെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ ഞങ്ങളുടെ സാന്നിധ്യമായിട്ടുള്ള ഷെരീഫിൻ്റെ മകളെ ഒരു ആദരവുണ്ട്. അത് ഏറ്റുവാങ്ങാനും നമ്മുടെ പരിപാടിയിൽ പങ്കാളിത്തം വഹിക്കാനാണ് ഷെരീഫ് ഇവിടെ വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും തുടർന്ന് ഞങ്ങളുടെ സിംഗിൻ്റെ പരിപാടിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഞങ്ങൾ തൊഴിൽ പരിശീലനം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതൊക്കെ ചെയ്യാൻ മുന്നോട്ട്. പിന്നെ ഒരു ഇൻ്റർനാഷണൽ ട്രെയിനർ ഞങ്ങളോടൊപ്പം ഉണ്ട്, ലുക്കുമാൻ അരീക്കോട്. ഞാൻ നേരത്തെ പെരുവള്ളൂർ സ്കൂളിൽ സാക്ഷരതയുടെ വിദ്യാർത്ഥികളെ പരിപാടിക്ക് പോയ സമയത്ത് ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ലുക്കുമാൻക സിംഗിൻ്റെ ഭാഗം അവർക്കൊരു സൗജന്യ പരിശീലനം കൊടുക്കുന്നു. നിങ്ങളെ കണ്ടുവച്ചിട്ട് കൊടുത്തതാണ്. ഞങ്ങൾ പ്രളയബാധിത പ്രദേശത്ത് പോയിട്ട് ലുക്മാൻഖാൻ്റെ ക്ലാസ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ പ്രസൻറ്റേഷനൊക്കെ കേട്ടിട്ട് ആളുകൾ പൊട്ടിച്ചിരിച്ച് പ്രളയം ഉണ്ടായത് നന്നായി എന്ന് വിചാരിച്ചൊരവസ്ഥയിലേക്ക് ലുക്മാൻഖാൻ ആ ക്ലാസ്സിനെ നയിച്ചതൊക്കെ ഞങ്ങൾക്ക് മറക്കാതെ ഞങ്ങൾ ഓർക്കുകയാണ്. പിന്നെ ദർശന TV-യുടെ അവതാരക ലൈല പുല്ലൂരി നമ്മളോടൊപ്പം ചേർന്ന് നമുക്ക് പുതിയൊരു അനുഭവമാണ്. നിങ്ങളൊരു പക്ഷെ കാണുന്നുണ്ടാവും കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് വാർത്ത വായിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ തന്നെയാണ്. ഏറ്റവും നല്ല ആൻസർ പറയുന്ന, അല്ല അനുയോജ്യമായ ആൻസർ പറയുന്നവർക്ക് സമ്മാനമുണ്ട്. കുസൃതി ചോദ്യമാണ്, ചോദിക്കട്ടെ?
സിമ്പിളാണ്. ഡാർലിംഗ് അങ്ങനെ വിളിച്ചു പറയുന്നത് എണീറ്റ് നിൽക്കുക. ആ ലൈലയാണെങ്കിൽ ലൈല എന്നൊരു പക്ഷേ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. നല്ല സുന്ദരയോടുകൂടി അറബ് രാഷ്ട്രങ്ങളിലെ വാർത്ത വായിക്കുന്ന ദർശന ടിവിയിലെ ന്യൂസ് റീഡറാണ് ലൈല മുന്നണി. അങ്ങനെ നമ്മുടെ വേദിയിലേക്ക്, നമ്മുടെ സദസ്സിലേക്ക് പ്രഗത്ഭരായിട്ടുള്ള ഒട്ടനവധി ആളുകൾ വന്നു ചേർന്നത് നമ്മളുടെ ഏറെ സന്തോഷവും ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ നൽകുന്നുണ്ട് എന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഉദ്ഘാടനവും. നന്ദി, നമസ്കാരം.